ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിത് പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി, റിസോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കാണുന്ന ഹട്ടിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ ഇവർ ഇങ്ങനെ DJ ഒക്കെ നടത്താനുള്ള സ്ഥലമാണ്. നമ്മുടെ മേളിലാണ് നമ്മുടെ റിസോർട്ടിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ മേളിലോട്ട് പോവുകയാണ്. ഈ ഒരു കോട്ടേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയുടെ പിള്ളേരെ, എസ്പെഷ്യലി പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും കൂടെ ഒരു റൂമിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് കയറി വരുമ്പോൾ ചെന്നാൽ നമുക്ക് ഇതേപോലത്തെ കോമൺ ബെഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മേലിലാണ് അടുത്ത ബെഡും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ വന്നപ്പോൾ തന്നെ എക്സൈറ്റഡ്. അവർ ആദ്യമേ തന്നെ സ്ഥലം പിടിച്ച് അവർ പറഞ്ഞ് ഞങ്ങളിവിടെ കിടന്നോളാം, നിങ്ങൾ താഴെ കിടന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ബെഡും കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് എക്സ്ട്രാ ബെഡും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഈ ഒരു റൂമിൽ തന്നെയാണ് ബാത്റൂം ഉള്ളത്. കോമൺ ബാത്റൂമാണ് ഉള്ളത്. സാധാരണ നമ്മുടെ നോർമലായിട്ടുള്ള വാഷ് ബേസിനും അതുപോലെ ക്ലോസറ്റ് കുടിക്കാനുള്ള ഏരിയ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ബാത്റൂം ഏരിയ ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇതിനോട് ചേർന്ന് തന്നെ ഒരു വലിയൊരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് വാർഡ്രോബ് ഉണ്ട്. ഒരു ചെറിയ 3 വാതിലുള്ള വാർഡ്രോബ് ഉണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ വയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് ഈ ഒന്നല്ലെങ്കിൽ 2 ഫാമിലീസൊക്കെ ഒരുമിച്ച് വന്നവർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കോട്ടേജ് ഉള്ളത്. ആൻഡ് ഇതിനോട് തന്നെ ചേർന്ന് നമുക്ക് ബാൽക്കണി ഉണ്ട്. നമുക്ക് കോമൺ ആയിട്ട് ഫ്രണ്ടിലൊരു വ്യൂ ഉണ്ട്. നമുക്ക് മലയൊക്കെ കാണുന്ന രീതിയിലൊരു വ്യൂ ഉണ്ട്. ആൻഡ് സൈഡിൽ സ്ലൈഡ് ഗ്ലാസ് വെച്ചിട്ട് നല്ല വ്യൂ ആണുള്ളത്. ആ വ്യൂ നമുക്ക് ചെന്ന് എത്തുന്നത് നമ്മുടെ അവിടെ തന്നെ ഒരു അരുവി, ഒരു ലേക്ക് ഉണ്ട്. ഇപ്പോൾ വെള്ളം കുറവാണ് അവിടെ, എന്നാലും നമുക്ക് പോയി നമുക്ക് കുറച്ച് നേരം പോയി ചില്ലൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ വ്യൂ ആണത്. ആൻഡ് ഇത് നമ്മുടെ ബാൽക്കണി ഏരിയ ആണ്. അവിടെ 2-3 ചെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചായയൊക്കെ കുടിച്ച് വ്യൂ ഒക്കെ കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ചുറ്റും മരങ്ങളാണ് ഇവർ മൊത്തം പച്ചപ്പാണ്. അതിൻ്റെ നടുക്കാണ് നമ്മുടെ ഈ റിസോർട്ട് വരുന്നത്. നമുക്ക് കോമൺ ആയിട്ട് കിച്ചൺ വേണമെങ്കിൽ ഇവിടെ കിച്ചൺ അവൈലബിൾ ആണ്. നമുക്ക് പോയി ഓൺ കുക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഏരിയ ഉണ്ട്. ഇല്ല നമുക്ക് ഫുഡ് വേണ്ട, ഇവിടുത്തെ ഫുഡ് മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇല്ല പുറത്തുനിന്ന് ഫുഡ് വേണമെങ്കിൽ അതും അലൗഡ് ആട്ടോ ഇവിടെ. ആൻഡ് ഇതാണ് നമ്മൾ ബാൽക്കണിയിലുള്ള വ്യൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ ചില്ല് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഫുഡ് മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് വേണം. അന്നേരത്തേക്ക് നമ്മൾ വന്നപ്പോഴേക്കും ഇവിടെ കുറച്ച് കൊക്കോസ് നമുക്ക് കിട്ടിയായിരുന്നു. ഇവിടുത്തെ ചേട്ടൻ തന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ കൊക്കോ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വിശന്നിരിക്കുന്നതുകൊണ്ട് കൊക്കോ പൊട്ടിച്ചു. അപ്പോൾ കൊക്കോ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അത് നമ്മൾ വന്നു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവിടെ മഴ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് മഴ കാണുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല തണുപ്പായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മഴയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു. ആൻഡ് ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് പതിയെ നമ്മുടെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു റിവറുണ്ടത്, അവിടെ പോയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കൊക്കോ മരങ്ങളാട്ടോ, കൊക്കോ ട്രീ ആണ്. അപ്പോൾ നല്ല പഴുത്തതൊക്കെയാണ് ആ ചേട്ടൻ പറിച്ച് തന്നത് നമുക്ക്. നമുക്ക് വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് വിശപ്പ് കാരണം ഞങ്ങൾ അന്നേരം തന്നെ എടുത്ത് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ മഴയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കുളിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കണ്ടത്. നമ്മുടെ റിസോർട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വെള്ളം കുറവാണ് താരതമ്യേന. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഒഴുക്കൊന്നുമില്ല, ജസ്റ്റ് ചെറിയ വെള്ളം മാത്രമേ ഉള്ളൂ. കാല് നനയ്ക്കാനേ പറ്റുള്ളൂ എന്നാണ് തോന്നിയത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ടെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പാലം കയറിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. വെള്ളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. അതിന് കുഴപ്പമില്ല. നമുക്കിപ്പോൾ ചൂടുള്ള സമയത്ത് നമുക്ക് ഇത്രയും വെള്ളം തന്നെ കിട്ടിയത് തന്നെ ഭാഗ്യം. അതിന് ക്ലൈമറ്റ് ഇപ്പോൾ മഴ പെയ്തേക്കുന്നതുകൊണ്ട് എല്ലാം നനഞ്ഞ് കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ തെന്നലുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ചില്ല് ചെയ്തു. നല്ല തണുത്ത വെള്ളമായിരുന്നു, നല്ല ഒഴുക്ക് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നടക്കുമ്പോൾ സൂക്ഷിക്കണം, ഇടയ്ക്ക് കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കെയർ ചെയ്തിട്ട് വേണം നടക്കാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം ഇവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു, കുറച്ച് നേരം ഇവിടെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ ചായ കുടിക്കാനായിട്ട് പോയി. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇവിടെ ആനക്കുളം കാണാനാണ്. അവിടെ ആന വരുന്നുണ്ട്. അപ്പോൾ ആ ആനക്കൂട്ടം കാണാനായിട്ട് പോകണം. അപ്പോൾ നമ്മളിവിടെയൊക്കെ കുറച്ച് നേരം ചില്ല് ചെയ്ത് നല്ല എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്ക് ചായയും പഴംപൊരിയാണ്. നല്ല അടിപൊളി ചായയും അതുപോലെ തന്നെ നല്ല ചൂടും പഴംപൊരിയും ആട്ടോ നമുക്കുണ്ട്. അപ്പോൾ രണ്ടും കൂടെ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ നേരെ ആനേനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാണ് ആനക്കൂട്ടം. അപ്പോൾ ആന കൂട്ടമായിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ വെള്ളം കുടിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നതിന് തലേദിവസം 30 ആനയോളം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കാനായിട്ട്. ഈ കണ്ട ആൾക്കാർ മൊത്തം ഇരിക്കുന്നത് ആനയെ കാണാൻ വേണ്ടിയാണ്. ആന ഏത് നിമിഷം വരും. അപ്പോൾ ഇന്ന് എത്ര പേര് വരുമെന്ന് അറിയില്ല, എന്നാലും ആനയെ കാണാൻ വേണ്ടി ഫോട്ടോ എടുക്കാനുമാണ് ഈ ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിറയെ വെള്ളമുള്ളപ്പോൾ അതെപ്പോഴും വരുന്ന സമയമാണ്. ഇപ്പോൾ വേനലായതുകൊണ്ട് വരവ് കുറവാണ്. ആൻഡ് ഇവിടെ വന്നിട്ട് ആന വെള്ളം കുടിച്ചിട്ട് പോകും. അപ്പോൾ നമ്മൾ ആനയെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് രാത്രിയായിട്ടോ. ആൻഡ് നമ്മൾ തിരിച്ച് പോയാലോ എന്ന് വരെ ആലോചിച്ചു. പക്ഷേ എന്തായാലും ഇത്ര അടുത്ത് വന്നിട്ട് കാണാതെ പോകണമെന്ന് ശരിയല്ലല്ലോ എന്ന് നമ്മൾ വെയിറ്റ് ചെയ്തു. ആൻഡ് ഇതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പാർക്കുണ്ട്, കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു പാർക്കുണ്ട്. അതിന് എൻട്രി ഫീസ് ഉണ്ട് 20 രൂപയാണ്. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ കുറച്ച് കാട് പോലത്തെ ഇങ്ങനത്തെ മരങ്ങളാണ്. ഈ മരത്തിൻ്റെ ഇടയിലൂടെ പോകുമ്പോഴാണ് നമുക്ക് പാർക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് റെസ്റ്റ് ചെയ്യാനും അതുപോലെ കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാനും നമുക്ക് ഇവിടെ നിന്ന് ആയാലും ആന വന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ കണ്ട ആൾക്കാർ മൊത്തം ഇരിക്കുന്നത് ആനേനെ കാണാൻ വേണ്ടിയാണ്. അതിന് നമ്മളിവിടെ വന്നിട്ട് പിള്ളേർക്ക് കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഐസ്ക്രീംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. റെസ്റ്റ് ചെയ്യണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം. അങ്ങനെ പറ്റിയൊരു പാർക്കാണിത്. ഏകദേശം ഒരു 7:30 ആയപ്പോഴേക്കും ആനക്കൂട്ടം എത്തിയിട്ടാണ്. ചെറിയ ആനയുണ്ട്, അതേപോലെ തന്നെ പിരിയുണ്ട്, ഒരു കൊമ്പനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവ വന്നിട്ട് വരുമ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഇവർ വന്നത്. ആൻഡ് ഇവർ വന്നപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തായിരുന്നു, അല്ലെങ്കിൽ അത് കയറിപ്പോവും. അതിന് താഴത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ലൈറ്റ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇത്ര ആനകൾ ഒരുമിച്ചാണ് ആദ്യമായിട്ട് കാണുന്നത്. മൊത്തം നമ്മൾ ഈ ആനകൾ മൊത്തം വന്നിട്ട് ഈ വെള്ളം മൊത്തം കുടിച്ചിട്ട് അവ കയറിപ്പോകും. കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. ആളുകളുടെ അടുത്തേക്കൊന്നും വരത്തില്ല, ഇതുവരെ ഒരു ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ലൈറ്റും കാര്യങ്ങളൊന്നും അടിക്കാൻ പാടില്ല, അതേപോലെ ഒച്ചയൊന്നും ഉണ്ടാക്കാൻ പാടില്ലെന്ന് ഓൾറെഡി നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ ഇവരെ കണ്ടതിൻ്റെ എക്സൈറ്റിൽ ലൈറ്റൊക്കെ അടിച്ച് നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒച്ച എടുക്കും നമ്മൾ ലൈറ്റൊക്കെ അടിക്കുമ്പോഴേക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റിസോർട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് റിസോർട്ടിലെത്തിയപ്പോഴേക്കും ഫുൾ ലൈറ്റൊക്കെ അവർ അറേഞ്ച് ചെയ്ത്, അവർ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ അവർ DJ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോട്ടേജിൻ്റെ താഴത്ത് തന്നെയാണ് അവർ DJ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന് ഒന്ന് റിലാക്സ് ഒക്കെ ആയതിനു ശേഷം നമ്മൾ DJ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ട്രിപ്പിന് വന്നേക്കാണ്. സോ ഇന്നത്തെ നൈറ്റാണ് ഈ ലാസ്റ്റത്തെ നൈറ്റ്. എൻജോയ് ചെയ്യണം. ടൂർ അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉല്ലാസ് ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ മേളിൽ പോയില്ലേ ഫോട്ടോ എടുക്കാനായിട്ട്, പിന്നെ റീൽസ് ഒക്കെ എടുത്തില്ലേ, അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പൊ ആനയെ കാണാൻ പോയത് ഇഷ്ടപ്പെട്ടു. നമ്മുടെ റൂം ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളിവിടെ കുളിക്കാൻ പോയില്ലേ, അത് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, എൻജോയ് ചെയ്തു, അടിപൊളിയായി. ഇതുവരെ അടിപൊളിയാണ്, സൂപ്പർ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വാട്ടർഫോൾസ് ആണ്. പിന്നെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ കോടമഞ്ഞ് അടുത്തതായി നമുക്ക് അനയാക്ക് കൊടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ വാട്ടർഫോൾസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് റൂമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താണ് എപ്പോഴും അവിടെ തന്നെ നിക്കാൻ തോന്നുന്നു, അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കോടമഞ്ഞ്,
ഇനി ആംസിനോട് നമ്മൾ വാട്ടർഫോൾസ് എടുത്ത് പോയതാണ്. പിന്നെ എനിക്ക് റൂം ഇഷ്ടപ്പെട്ട് മൊത്തം ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് ഇത്ര നേരം സംസാരിച്ച അമ്മച്ചിനോട് ചോദിക്കാം. അമ്മയ ഉല്ലാസ് അങ്ങനെ പറഞ്ഞില്ല. രണ്ടാമത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട അവിടെ റീലെടുക്കാൻ പോയത്. പിന്നെ റിസോർട്ട് വെള്ളം ആദ്യമേ തുടങ്ങുന്നതിന് മുമ്പ് ഈശ്വര പ്രാർത്ഥനയിൽ ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി അന്യോ അല്ലുവിനെ ക്ഷണിക്കുന്നു. ദൈവസ്നേഹം നിറയ്ക്കണേ, സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ, സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ, അന്ധകാര വിരിപ്പു മാറ്റി ചന്തമേറുന്ന ദീപമേ, കേഴുവാഴ്മവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ, പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ, ദിവ്യഗാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വചനം പോലെ നിലാവത്തെ സൃഷ്ടികർത്താവ് അങ്ങയുടെ ശീലംഘനിക്കപ്പെട്ടതാണെന്ന് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി വചനമാസമായി നമ്മളെ രസിച്ച് സൃഷ്ടികർത്താവ് ശീലംഘനിക്കപ്പെട്ടതാണെന്ന് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശ്വരവദനങ്ങളിൽ അപ്പോൾ ഇത് പിറ്റേ ദിവസമായിട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ വ്യൂ ആണിത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-11 മണി വരെ ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അടുത്ത് നമ്മൾ കണ്ടില്ലായിരുന്നു ഒരു ലേക്ക്. അപ്പോൾ അതിൻ്റെ കുറച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറച്ച് നല്ല വാട്ടർഫോൾ പോലെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കുറച്ച് നേരം അവിടെ പോയി ചില്ലിയൊക്കെ ചെയ്തിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ പിള്ളേരൊന്നും എഴുന്നേറ്റിട്ടില്ല, എല്ലാവരും നല്ല ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചൊന്ന് ചായയൊക്കെ കുടിക്കാൻ നോക്കാം. നമ്മൾ ഇവിടെ നല്ല കേട്ടോ ചായ കുടിക്കണം, നമ്മൾ പുറത്ത് പോയിട്ടാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ പുറത്ത് കടയിൽ നല്ല അടിപൊളി ചായ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ അവിടെ ചായക്കട ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ജംഗ്ഷനിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് രാവിലത്തെ വ്യൂ ആണ്. ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് വന്നപ്പോഴേക്കും പിള്ളേരൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രഷായി അപ്പോൾ തന്നെ നമ്മൾ പിള്ളേരോട് പറഞ്ഞു ആ വെള്ളത്തിലിറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചാടി എഴുന്നേറ്റിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വെള്ളത്തിലോട്ടാണ് പോയത്. അപ്പോൾ അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ കുറച്ച് നേരം ചില്ല് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ കോട്ടേജിലോട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറി അതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയുമാണ് ഉള്ളത്. നല്ല അടിപൊളി ചൂട് അപ്പവും അതുപോലെ തന്നെ നല്ല ചൂട് മുട്ടക്കറിയും പിന്നെ ചായയാണ് ഉള്ളത് കേട്ടോ.
ഇതാണ് ഗൈസ് കൊക്കോ. ഈ കൊക്കയുടെ കുരു ഉണക്കിയിട്ടാണ് നമ്മൾ കൊക്കോ പൗഡർ ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കൊക്കോ പൗഡർ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുവാട്ടെ. ഇപ്പോൾ സമയം ഏകദേശം 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ വെക്കേറ്റ് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. പോണ വഴിക്ക് എന്തെങ്കിലും നല്ല ലൊക്കേഷൻസ് കാണുവാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ ആ ക്ലൈമറ്റ് തന്നെയാണ്. തണുപ്പൊന്നുമില്ല, ചൂടുണ്ട്, നല്ല വെയിലുണ്ട്. നിങ്ങളുടെ പേത്തോട് ചാടിക്കോളോട്ടോ. മണ്ടന്മാരെ അടുത്താക്കി കയറി വരാൻ പറ്റും. ഇല്ല പൊട്ടന്മാരും മണ്ടന്മാരും ഒന്നും. രസമുള്ള സ്ഥലമുണ്ട്, ഞാൻ കാണിച്ചു തരാം. നേരിട്ട് കൊണ്ട് കാണുന്നതൊക്കെ അപ്പോൾ നമ്മൾ അടിമാലിയിലാണ് ഇപ്പോൾ എത്തിയേക്കുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറാണ്. ഇവിടെ നല്ല അടിപൊളി ബിരിയാണി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ വറുത്തതും ഉണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് പപ്പടം, അതുപോലെ തന്നെ അച്ചാർ, സാലഡ് എല്ലാം ഉണ്ട്. നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിയും കഴിച്ച് റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ലോഗ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.